ഓക്കെ, ഇനി നമ്മൾ സം ടൂൾസിനെ യൂസ് ചെയ്ത് ഒരു സ്മോൾ പ്രോജക്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ക്രിയേറ്റ് ന്യൂ. ഓക്കെ, ക്രിയേറ്റ് ന്യൂ കൊടുത്ത് നമ്മൾ ആ ഫയലിന്റെ ജസ്റ്റ് ഫയലിന്റെ വിഡ്ത്ത് ആൻഡ് ഫയൽ ഹൈറ്റ് അറൌണ്ട് 500 ആൻഡ് ഗിവിംഗ് ആൻഡ് റെസൊല്യൂഷൻ 300. ഓക്കെ, പിക്സലാണ് ഞാൻ കൊടുക്കുന്നത് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ്. സോ ഇതാണ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് പ്രോജക്റ്റിന്റെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇതിന്റെ പുറത്താണ് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനിപ്പോ ഞാൻ ഒരു ഇമേജ് നമുക്ക് ഈ ഫോട്ടോഷോപ്പിൽ ഏതൊരു കാര്യങ്ങളും ഒരു ഫോട്ടോയുടെ ആവശ്യപ്പെടും, അതേപോലെ സം ബാക്ക്ഗ്രൗണ്ട് ആവശ്യപ്പെടും. അതൊക്കെ വന്ന് നമ്മൾ സം ഡിഫറെന്റ് ഇമേജ് ആയിട്ട് നമ്മൾ അകത്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഫസ്റ്റ് ഒരു ഇമേജ് നമുക്ക് അകത്ത് കൊണ്ടുവരാം. അതിന് ഫയലിൽ ചെന്ന് ഓപ്പൺ. നമ്മൾ നേരത്തെ നോക്കി ഒരു ഇതുപോലത്തെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഫയലിൽ ചെന്ന് ന്യൂ കൊടുത്ത് നമ്മൾ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് 1-2 ഫോട്ടോയെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഈ ഇമേജിനകത്ത് കൊണ്ടുവരാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ട് അല്ല, ഓപ്പൺ ആണ്. ഓക്കെ, ഓപ്പൺ കൊടുത്ത് ജസ്റ്റ് നമ്മൾ ഒരു 1 or 2 പർട്ടിക്കുലർ ഇമേജസിനെ അകത്ത് കൊണ്ടുവരാം. അപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഇമേജ്, സോ ഈ ഇമേജിനെ ഞാൻ അകത്ത് കൊണ്ടുവരാം. ഓക്കെ, ഫൈൻ. അപ്പോ ഇവിടെ നിങ്ങൾ ഉയരം നോക്കിയാൽ കാണും, ഇതാണ് അൺടൈറ്റിൽ. നമ്മൾ ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. ടൈറ്റിൽ കൊടുക്കാതാണ് നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് അൺടൈറ്റിൽ ലഭിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ നമ്മൾ അകത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ്, കൊണ്ടുവന്ന ഇമേജ് ഇതാണ്. ഓക്കെ, ഈ ഇമേജ് ആണ്. അപ്പൊ ഈ ഇമേജിനെ ഞാൻ ഇവിടെ കൊണ്ടുവരണം. ദ സെയിം ടൈം ഈ ഇമേജിന് നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതിന് നമുക്ക് വേറെ ഉള്ള ബാക്ക്ഗ്രൗണ്ടും നമ്മൾ കൊടുക്കാം. ഓക്കെ, ഫൈൻ. സോ അതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ലെയർ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ലെയർ, ഇപ്പൊ എക്സാമ്പിൾ നോക്കിയോളൂ. ഞാൻ ഇതിന് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇതിന്റെ ഒയിരെ ഞാൻ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോവാണ്. സോ ജസ്റ്റ് അതിന് ഞാൻ ഒരു പുതു ലെയർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യും തോറും നമുക്ക് ഇങ്ങനെ ഒയിരെ ലെയേഴ്സ് ഓപ്പൺ ആവും. ഇപ്പൊ ഞാൻ ലെയർ 2 കൊടുത്തു, ആ ലെയർ ഇവിടെ ഒയിരെ ഓപ്പൺ ആയി. അപ്പൊ ഈ ഏതെങ്കിലും ഒരു ലെയർ നമുക്ക് ഡെലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ ലെയറിന് ഡെലിറ്റ് ലെയർ കൊടുത്താൽ മതി, ആ ലെയർ ഡെലിറ്റ് ആയിക്കോളും. ഓക്കെ, അതുപോലെ ഏതെങ്കിലും സം ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്താൽ മതി, ആ ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇവിടെ ഓപ്പൺ ആവും. സോ അത് ലെയർ 1 കോപ്പിയിൽ നിന്ന് ഓപ്പൺ ആവും നമുക്ക്. ഓക്കെ, ആ കോൺസെപ്റ്റ് ഇന്നും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ ഇതിന് ഞാൻ ജസ്റ്റ് ഒരു പുതു ലെയർ, അതായത് നമ്മുടെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു പുതു ലെയർ ഓപ്പൺ ചെയ്ത് ആ ലെയറിന് ഞാനൊരു കളർ മിക്സ് ചെയ്യാൻ പോവാണ്. സോ ഒരു കളർ കൊടുക്കാൻ പോവാണ്. ആ കളറിന് ജസ്റ്റ് ഞാൻ ഈ കളർ കൊടുക്കാൻ വേണ്ടി ഒരു ടൂൾ യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ഓരോ ടൂളും നിങ്ങൾ ഫോട്ടോഷോപ്പിൽ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ടൂളാണ്. അതുപോലെ സം ഇമ്പോർട്ടന്റ് ടൂൾസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ആ ടൂൾസിനെ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ മതി, നിങ്ങൾക്ക് ഏതൊരു പ്രോജക്റ്റും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഏതൊരു ഫോട്ടോയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞത് റെക്ടാങ്കുലർ മാർക്കി ടൂൾ ആണ്. ഓക്കെ, ഈ ടൂളിനെ നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. സോ റെക്ടാങ്കുലർ മാർക്കി ടൂൾ, ഈ ടൂളിനെ യൂസ് ചെയ്ത് ജസ്റ്റ് ആ സ്ഥലത്തിനെ ഇങ്ങനെ സെലക്ട് ചെയ്യും ഞാൻ. ഓക്കെ, ജസ്റ്റ് കർസറിനെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിന്റെ ഉയരം നമുക്കൊരു കളർ കൊടുക്കണം. അപ്പൊ അതിന് താഴെ ഇരിക്കുന്നതാണ് കളർ ടൂൾ. ഈ കളർ ടൂളിനെ പ്രസ് ചെയ്ത് ഇപ്പോൾ അതിന് ഞാനൊരു ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് ജസ്റ്റ് ആ ബ്ലൂ സെലക്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ ഈ നെക്സ്റ്റ് നമ്മൾ വളരെയധികം യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾ ഈ പെയിന്റ് ബക്കറ്റ് ടൂൾ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടൂൾസിന്റെ ഏതെങ്കിലും ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ റെക്ടാങ്കുലർ മാർക്കി ടൂൾ ഇല്ലാതെ ചിലപ്പോ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ ആയിരിക്കും ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഇതിന്റെ അകത്തുള്ള ടൂൾസ് ഒക്കെ നമുക്ക് കാണും. അതുപോലെ ഇവിടെ പ്ലെയിൻ ഗ്രേഡിയൻ ടൂൾസ് ഉണ്ട്, പെയിന്റ് ബക്കറ്റ് ടൂൾസ് ഉണ്ട്, 3D മെറ്റീരിയൽ ഡ്രോപ്പ് ടൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പെയിന്റ് ബക്കറ്റ് ടൂൾ ആണ്. അപ്പൊ ഈ പെയിന്റ് ബക്കറ്റ് ടൂളിനെ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. സോ ടോട്ടലി അതിന്റെ കളർ മാറി. ഓക്കെ, ഇപ്പോ അത് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് കൺട്രോൾ ഡി ഫോർ ഡോട്ടർ. ഓക്കെ, ഡി കൊടുത്തു. അപ്പൊ ആ ജസ്റ്റ് നമുക്ക് സെലക്ട് ആയിരുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് മാറി കിട്ടി. സോ ദിസ് ഇസ് ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ പുറത്ത് ഞാൻ ഈ ഇമേജ് കൊണ്ടുവരണം. ഓക്കെ, ഈ ഇമേജ് ഞാൻ കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ആദ്യം. സോ ഇപ്പൊ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്ത് വേണം നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടത് അല്ലെ. അപ്പൊ സെലക്ട് ചെയ്യാൻ നിറച്ച് ടൂൾസ് ഉണ്ട് നമുക്ക്. ഇപ്പൊ ഇതിൽ ഞാൻ ആദ്യം ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഓക്കെ, ഈ ക്വിക്ക് സെലക്ഷൻ ടൂളിനെ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നമുക്ക് സെലക്ഷൻ ടൂൾ ഓരോന്നിനും ഉണ്ട്. ഇതിലിപ്പോ നമുക്ക് ഒബ്ജക്റ്റീവ് സെലക്ഷൻ ടൂൾ ഉണ്ട്, ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉണ്ട്, മാജിക് മാൻ ടൂൾ ഉണ്ട്.
ഇതൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ ആബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ടൂൾസ് ഫസ്റ്റ് ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കണ്ടാവും. ഇപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പ്ലെയിൻ സ്ക്രീൻ മാത്രം സെലക്ട് ആയി. അപ്പൊ ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ സെലക്ട് ആവും. അത് ഇങ്ങനെ സെലക്ട് ആവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ആയി. അപ്പൊ ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ഇവിടെ ഈ വൈറ്റ് ജസ്റ്റ് നമുക്ക് മിസ്സായി വന്നുണ്ട് അല്ലെ. അപ്പോ ഇവിടെ ഈ ക്വിക്ക് സെലക്ഷൻ ടൂളിന്റെ വൈരെ പ്ലസും ഉണ്ട്, അതുപോലെ മൈനസും ഉണ്ട്. ഈ പ്ലസ് ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്ത്. ഇപ്പൊ ഈ പ്ലസിനെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വൈര് ഇങ്ങനെ സെലക്ട് ആവും. പക്ഷെ ഇവിടെ നമുക്ക് ഈ ആബ്ജക്റ്റിനെക്കാളും ആ ബോർഡർ കഴിഞ്ഞു വന്നുകൊണ്ട് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ മൈനസിനെ ക്ലിക്ക് ചെയ്യാം. മൈനസിനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇതിന്റെ സൈസിനെ കുറച്ചുകൂടെ ബ്രഷ് സൈസിനെ കുറച്ചുകൂടെ ഡിക്രീസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് അകത്ത് പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇന്നും വേണമെങ്കിൽ സൈസ് കുറച്ച് ഇവിടെ വെച്ചാൽ ആ ടൂൾസ് അകത്ത് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്വിക്ക് സെലക്ഷൻ ടൂളിനെ യൂസ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് പ്രോബ്ലം ജസ്റ്റ് സെലക്ട് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഒരു സെലക്ട് സബ്ജക്ട് എന്ന കാര്യമുണ്ട്. ജസ്റ്റ് ഈ സെലക്ട് സബ്ജക്റ്റിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ടോട്ടലി ആ സബ്ജക്റ്റിനെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ചെയ്യും. ഇതുപോലെ ഇപ്പോൾ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ പ്രോഗ്രസ് കഴിഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ സബ്ജക്റ്റിനെ അത് തന്നെ സെലക്ട് ചെയ്യും. സോ ഫുൾ സബ്ജക്റ്റിനെയും അത് തന്നെ സെലക്ട് ചെയ്തു, നമ്മൾ ഒന്നുമില്ലാതെ. ഓക്കെ, ഇപ്പോ ജസ്റ്റ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ടൂൾ മൂവ് ടൂൾ ആണ്. മൂവ് ടൂൾ അതായത് ഈ ഇമേജിനെ മൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്വിക്ക് സെലക്ഷൻ ടൂളിനെ യൂസ് ചെയ്ത് നമ്മൾ ആ ഇമേജിനെ സെലക്ട് ചെയ്തു. ഇപ്പോൾ മൂവ് ടൂളിനെ യൂസ് ചെയ്ത് ജസ്റ്റ് ആ പർട്ടിക്കുലർ ഇമേജിന്റെ വൈര വെച്ചിട്ട് ആ കർസറിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്താൽ മതി. ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. വൈര കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇവിടെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ ഇമേജ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അതുപോലെ ക്വിക്ക് സെലക്ഷൻ ടൂൾ മാത്രമല്ല, നമുക്ക് അതുപോലെ ഈ നമ്മളിപ്പോ എടുത്തത് ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഇപ്പൊ ഓബ്ജക്റ്റീവ് സെലക്ഷൻ ടൂൾ ഉണ്ട്, ഓബ്ജക്ട് സെലക്ഷൻ ടൂൾ. അതിനെയും നമ്മൾ അതുപോലെ ജസ്റ്റ് ഈ ഓബ്ജക്റ്റിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിൽ ഇങ്ങനെ വെച്ച് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കർസറിനെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഓബ്ജക്റ്റിനെ അത് തന്നെ സെലക്ട് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. സോ ജസ്റ്റ് ഇപ്പോ അതുപോലെ അതിനെങ്ങനെ മൂവ് ചെയ്തെടുക്കുക. ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, ആ ഇമേജ് സെലക്ട് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലെ ചില എക്സ്ട്രാ ബഗ്സ് നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് കൊടുക്കുക. കൺട്രോൾ പ്ലസ് കൊടുത്തിട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ നിറച്ച് വഴികളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ അതിനെ ഇപ്പൊ ഈ പറയുന്ന എറേസർ ടൂൾ ഉണ്ട്. ഈ എറേസർ ടൂളിനെ യൂസ് ചെയ്ത് ജസ്റ്റ് എറേസറിന്റെ ഹാർഡ്നെസ് നല്ല ഇൻക്രീസ് ചെയ്തിട്ട് അതിന്റെ സൈസിനെ ഇന്നും കുറച്ചുകൂടെ റിഡ്യൂസ് നല്ല റിഡ്യൂസ് ചെയ്തിട്ട് സോ ഇവിടെ വെച്ചും നമ്മൾ ഇങ്ങനെ എറേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ അത് ഇല്ലാതെ ജസ്റ്റ് തിരിച്ചും ഇതിന്റെ അകത്ത് തന്നെ ഈ ക്വിക്ക് സെലക്ഷൻ ടൂളെ ഞാൻ തിരിച്ചും കൊണ്ടുവരാം. ഇവിടെ പ്രസ് ചെയ്തു ക്വിക്ക് സെലക്ഷൻ ടൂളിനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ അകത്ത് വെച്ച് ഇങ്ങനെ കൊടുത്തുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം നമുക്ക് ഇങ്ങനെ സെലക്ട് ആവും. ഈ ഏരിയ മാത്രം ഇങ്ങനെ സെലക്ട് ആവുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഇതിന് ഡിലീറ്റ് കൊടുത്താൽ മതി, അത് പോയിക്കോളും. ഓക്കെ, തിരിച്ച് നിങ്ങൾക്ക് ആ റബ്ബർ ടൂളിനെ വെച്ച് ഈ ഇടത്തിനെ എറേസ് ചെയ്ത് മാറ്റാന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ഫൈൻ, ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബഗ്സ് വന്നുണ്ടെങ്കിൽ ഫൈൻ. സോ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഇനി അടുത്തത് നമ്മൾ ഇത് ക്വിക്ക് സെലക്ഷൻ ടൂൾ, മാജിക് വാൻ ടൂൾ, ഓബ്ജക്ട് സെലക്ഷൻ ടൂളും ക്വിക്ക് സെലക്ഷൻ ടൂൾ നോക്കി. അപ്പുറം മാജിക് വാൻ ടൂൾ ആണ്. ഇതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇത് ജസ്റ്റ് സം ഡിഫറെന്റ് ഓബ്ജക്റ്റ് ആണ്. ഞാൻ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് പ്ലെയിൻ ആയിട്ട് മൊത്തമായിട്ട് മാജിക് വാൻ ടൂൾ ചൊല്ലുന്നത്. അപ്പോൾ ഓരോ ഇമേജിനും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓരോ ടൂൾസ് ആണ്. സോ മാജിക് വാൻ ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് മാത്രം ടോട്ടലായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ഒരു ആകാശത്തിലാണ് നിങ്ങൾ ആകാശത്തിൽ നിറച്ച് മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളെ മാത്രമാണ് നിങ്ങൾ ജസ്റ്റ് ക്വിക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അപ്പോൾ മാജിക് വാൻ ടൂൾ യൂസ് ചെയ്യാം. പക്ഷെ ഈ ഇമേജിന് മാജിക് വാൻ ടൂൾ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ ജസ്റ്റ് ലേസർ ടൂൾ ഉണ്ട്. ലേസർ ടൂൾ ഓൾസോ ഇപ്പൊ എക്സാമ്പിൾ ലേസർ ടൂളിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു പറയാം. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രോയിങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വരഞ്ഞു കൊണ്ടുവരാം. ലേസർ ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് സോ ഏതൊരു ടൂളും നമ്മൾ എവിടെ സെലക്ട് ആക്കണോ അവിടെ കൊണ്ട് ജസ്റ്റ് അതിനെ നമ്മൾ അവസാനിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ സെലക്ട് ആവും. അങ്ങനെ സെലക്ട് ചെയ്ത് തിരിച്ച് മൂവ് ടൂളിനെ യൂസ് ചെയ്ത് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഉള്ളത് പോളിഗൺ ലേസർ ടൂളാണ്.
സോ ഇതിനെ ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിട്ടാണ് നമുക്ക് ചില ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അതിന്. ഓക്കെ, ഇപ്പോ ജസ്റ്റ് ഇപ്പൊ ഈ ലാപ്ടോപ്പിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഈ ടൂൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ട് ചെയ്യും. ഈ ലാപ്ടോപ്പ് നോക്കി ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട സി നമുക്ക് ആ ടൂളിനെ യൂസ് ചെയ്ത് ജസ്റ്റ് ഇതിങ്ങനെ റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഓരോ ടൂളിനും നമുക്ക് അതുപോലത്തെ ഓരോ യൂസസ് ഉണ്ടാവും. അതുപോലെ മാഗ്നറ്റിക് ലേസർ ടൂൾ ഇസ് വെരി ഡിഫറെന്റ്. സോ ഈ ടൂൾ നോക്കിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോർഡർ ഓബ്ജക്റ്റീവിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിൽ ജസ്റ്റ് മാച്ച് ആവുന്നത് കാണാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഈ ഇമേജ് ജസ്റ്റ് ബോർഡറിന് മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത്, അത് തന്നെ അതിന്റെ ബോർഡറിനെ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇന്നും അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇമേജിനെ കൊണ്ടുവരാൻ പറ്റും. സോ അത് നമുക്ക് അഡ്വാൻസിൽ നോക്കാം. സോ ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു ഇമേജിനെ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിപ്പോൾ എവിടെ സെലക്ട് ചെയ്തോ അവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചാൽ മതി. ജസ്റ്റ് യു ക്യാൻ മൂവ് ദിസ് ഇമേജ് ലൈക്ക് ദാറ്റ്. ഇതുപോലെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മൂവ് ചെയ്യാൻ വേണ്ടി ഈ മൂവ് ടൂൾ നമ്മൾ നോക്കി. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയും ആ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയൊക്കെ റെക്ടാംഗിൾ മാർക്കി ടൂൾ നോക്കി. ഈ റെക്ടാംഗിൾ മാർക്കി ടൂളിനും ഈ എലിപ്റ്റിക്കൽ മാർക്കി ടൂളിനൊക്കെ ഇന്നും നിറച്ച് യൂസസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയോളൂ, ഈ റെക്ടാംഗിൾ മാർക്കി ടൂളിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇതിനെ ഈ ഇമേജിനെ ജസ്റ്റ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ടൂളിനെ യൂസ് ചെയ്ത് ഈ പർട്ടിക്കുലർ ഓബ്ജക്റ്റിനെ ഇങ്ങനെ എനിക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പോ അതുപോലെ ഈ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ ഉണ്ട്. അത് അതുപോലെ ജസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാൻ ഇത് ഇങ്ങനെ സെലക്ട് ആക്കി ഇങ്ങനെ സെലക്ട് ആയിട്ട് ജസ്റ്റ് ആ ഇമേജിനെ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ക്രാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ ഈ പർട്ടിക്കുലർ എലിപ്റ്റിക്കൽ മാർക്കി ടൂളിനെ നമ്മൾ നേരത്തെ റെക്ടാംഗിൾ മാർക്കി ടൂൾ യൂസ് ചെയ്താണ് ഈ ബ്ലൂ കളർ കൊടുത്തത്. ഇപ്പൊ എലിപ്റ്റിക്കൽ മാർക്കി ടൂളിനെ യൂസ് ചെയ്ത് ഇപ്പൊ എക്സാമ്പിൾ ഒരു പുതു ലെയർ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ലെയറിന് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ അതിന് വേറൊരു കളേഴ്സാണ് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഞാൻ അതിനൊരു വൈറ്റ് കളറാണ് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ പെയിന്റ് ബട്ടൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇങ്ങനെ മിക്സ് ആയിക്കോളും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും.